കുമ്പളയിലെ ട്രാഫിക് പരിഷ്കരണത്തെപ്പറ്റി എന്താണ് പൊതുജനങ്ങളുടെ അഭിപ്രായമെന്ന് നമുക്ക് ചോദിച്ചറിയാം. കുമ്പള നഗരത്തിൽ നടപ്പാക്കിയ ഗതാഗത പരിഷ്കരണം ആഴ്ചകൾ പിന്നിടുമ്പോൾ അഭിപ്രായ ഭിന്നതകൾ തുടർന്ന് ജനങ്ങൾ 17-ാം തീയതി വരെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചതായിരുന്നു പരിഷ്കരണം. ആഴ്ചകൾ പിന്നിട്ടിട്ടും വലിയ തോതിൽ ബസ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുമ്പോഴും പരിഷ്കരണത്തിൽ മാറ്റമുണ്ടായില്ല. ഇതിന്റെ ഭാഗമായി കുമ്പള മുള്ളേരിയ KSTP റോഡിൽ 5 ബസ് ബേ പണിയുകയും സ്വകാര്യ ബസ്സുകൾക്കും KSRTC ബസ്സുകൾക്കും പ്രത്യേക ഇടങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു. ബസ്സുകളെ നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിലും വിദ്യാർത്ഥികളും മാർക്കറ്റിൽ നിന്നെത്തുന്ന യാത്രക്കാരും നടന്ന് ബുദ്ധിമുട്ടുന്നതായി ജനങ്ങൾ പറഞ്ഞു. കുമ്പളയിൽ വന്നിട്ടുള്ള ഈ ഒരു ട്രാഫിക് പരിഷ്കരണം നിങ്ങൾക്ക് നല്ലതായിട്ടാണോ തോന്നുന്നത്, അല്ല മോശമായിട്ടാണോ ബാധിച്ചത് നിങ്ങളെ? ഇപ്പോ കാണുമ്പോ നല്ലതായിട്ട് തോന്നും. പക്ഷേ ബസ് ഈക്കാൻ ഇടുക്ക് വരണം നമ്മളെ സ്റ്റാൻഡ്. ഇപ്പോ സ്റ്റാൻഡിലേക്ക് വരണം. ഇപ്പോ ഷാട ഉണ്ടത് ഇവിടുത്തെ കച്ചവടക്കാർക്ക് പിന്നെ ഞങ്ങൾക്കെല്ലാം കുറച്ച് ബാടികയിൽ ബുദ്ധിമുട്ടാണ് ബസ് ആടാക്കി ഇട്ടത്. ഇപ്പോ ട്രാഫിക് പരിഷ്കരണം നല്ലത്, എപ്പോഴും നല്ലതാണ്. പക്ഷെ ബസ് ഇടുക്ക് വന്നെങ്കിൽ എല്ലാവർക്കും കുറച്ച് കുഴ ഉണ്ടായി ഞങ്ങളുടെ അഭിപ്രായം. മുള്ളേരിയ പെരള പോകുന്ന ഭാഗത്തേക്കുള്ള ബസ് കുറച്ച് ബാക്കോട്ട് വന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് കുറച്ച് അല്പദൂരമായിട്ട് കസ്റ്റമർക്ക് കുറേ ബുദ്ധിമുട്ടാകുന്നുണ്ട് സാധനങ്ങൾ എടുത്തു പോകാൻ. പിന്നെ അങ്ങോട്ട് ബസ് ഇങ്ങോട്ടേക്ക് വരുന്നില്ല, അവിടെ തന്നെ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് ആൾക്കാർ നടന്നുകൊണ്ട് വരണം, അതും ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് പരിഷ്കരിച്ചില്ലെങ്കിൽ നന്നായിരുന്നു. കറക്റ്റായിട്ടുള്ള ഇതില്ല. അപ്പോൾ നോക്കിയാലും ട്രാഫിക്കും കാര്യങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ആദ്യം ബസ് സ്റ്റാൻഡ് അവിടെ താഴെ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റി. എന്നിട്ടും ട്രാഫിക്കിന് വലിയൊരു ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ കുറേ ബസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ട്രാഫിക്കിന് വലിയ ഇത് വന്നിട്ടില്ല. കാരണം ബസ് സ്റ്റാൻഡ് ആവട്ടെ ഏതായെങ്കിലും അത്ര വലിയൊരു ഇതില്ല, അത്രയും പറയാനുള്ളൂ. അതൊന്ന് മെച്ചപ്പെടുത്തിയാൽ ഓക്കെ. സാധാരണ സ്കൂൾ ഫുൾ ബുദ്ധിമുട്ടെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇവൻ്റെ കുറച്ചെല്ലാം വേറെ ഒന്നുമില്ല. ട്രാഫിക്കിൽ കുറച്ചും കൂടി എല്ലാം ബ്ലോക്കാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒറ്റയ്ക്കാകുമ്പോൾ അത്ര പ്രശ്നമില്ല. വയസ്സായവർക്കെല്ലാം പറ്റില്ലല്ലോ. എല്ലാവർക്കും അങ്ങനെ ബസ്സിന് അങ്ങ് കാസർഗോഡ് പോകുന്ന ബസ് മംഗലാപുരം ബസ്സിനെല്ലാം കുറച്ച് പോണ്ടേ ആടെ കിഞ്ഞിട്ടെല്ലാം ടൗണിൽ തന്നെ കിട്ടിക്കൊണ്ടുണ്ടേ. അത് മുമ്പ് നല്ല നടപ്പാതയിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോ ഡ്രൈവർമാർക്ക് ഏറെ കാലത്തെ മുറവിളിക്ക് ശേഷമാണ് പാർക്കിംഗ് സൗകര്യം ലഭിച്ചതെങ്കിലും യാത്രക്കാരെ കിട്ടാത്ത സ്ഥിതിയാണ്. വ്യാപാരികൾക്കും വ്യത്യസ്ത അഭിപ്രായം. പഴയ ബസ് സ്റ്റാൻഡ് ആളൊഴിഞ്ഞ നിലയിലാണ്, വ്യാപാരവും കുറഞ്ഞു. എന്നാൽ മുള്ളേരിയ റോഡിൽ മികച്ച കച്ചവടവുമുണ്ട്. പരിഷ്കാരം ഈ നിലയിൽ തന്നെ തുടർന്നാൽ എന്താകും സ്ഥിതിയെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.